അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്ത് കാര്യത്തിന് പരിഹാരമായിട്ടാണ് അവിടെ നിന്ന് കണ്ടിരുന്നത്? അത് വഫാത്തിന് ശേഷവും അതുപോലെ തന്നെയാണ്. ഒരു സ്വഹാബി കാലിന് കോച്ചൽ വന്നപ്പോൾ, അതായത് പ്രയാസം വന്നപ്പോൾ, വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് ആ പ്രയാസം മാറി. അതാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. حدثنا أبو نعيم قال حدثنا سفيان عن أبي إسحاق عن عبد الرحمن بن سعد قال خضرت رجل بن عمر فقال له رجل اذكر أحب الناس إليك فقال يا محمد صلى الله عليه وسلم. മഹാനരായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉ സുന്ന, മഹാനവറുകൾക്ക് കാലിന് കലുഷരായ വേദനയും പ്രയാസവും അനുഭവപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് വിഷമം പറഞ്ഞു. ആ സമയം അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ വിളിക്കുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അത് മറ്റാരുമായിരുന്നില്ല, വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെയായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു. ഈ സംഭവം നടക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൻ്റെ ശേഷമാണെന്ന് പ്രത്യേകം ഓർക്കുക. അതിനുശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിൻ്റെ പ്രയാസങ്ങൾ നീങ്ങുകയും ചെയ്തു. ഇവിടെ മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങൾ, പ്രയാസ സന്നിഗ്ധ ഘട്ടങ്ങളിൽ തൗഹീദ് ആരേക്കാളും നന്നായി മനസ്സിലാക്കിയ സ്വഹാബികൾ ജീവിതകാലമായാലും വഫാത്തിനു ശേഷമായാലും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിയായി കണ്ടിരുന്നു. മേൽ പറയപ്പെട്ട ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാമുല്ല അലിയുൽ ഖാരി റഹിമഹുല്ലാ രേഖപ്പെടുത്തിയത്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചത് സ്നേഹത്തോടെയുള്ള സഹായാർത്ഥന തന്നെയാണെന്ന് പറയുകയാണ്. ശറഹു ഷിഫ എന്ന കിതാബിൽ പഠിപ്പിക്കുകയാണ്. അതിന് പുറമേ കാണേണ്ട മറ്റൊരു വസ്തുത, ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത ഇമാം ബുഖാരി റഹിമഹുല്ലാ മഹാനവകളുടെ ഗ്രന്ഥമായ അൽ അദബുൽ മുഫ്രദിൽ ഈ ഹദീസ് കൊണ്ടുവന്ന അധ്യായം തന്നെ ബാബു മാ യഖൂലു റജുലു ഇദാ ഖദറത് റിജ്ലുഹു, ഒരാൾ കാലിന് കോച്ചൽ പ്രയാസം വന്നാൽ വിളിച്ചു തേടേണ്ടതിലുള്ള അധ്യായം. ഏതായാലും മുജാഹിദുകളുടെ ഭാഷയിലുള്ള ഒരു ഷിർക്കിന് വേണ്ടി ഇമാം ബുഖാരി റഹിമഹുല്ലാ ഒരിക്കലും ഇങ്ങനെ ഒരു അധ്യായം കൊണ്ടുവരില്ലായിരുന്നു, ഈ ഒരു കാര്യം ഷിർക്കായിരുന്നുവെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ മഹാരഥന്മാരായ മുൻഗാമികൾ അംഗീകരിച്ചിരുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഈ സംഭവം. ഇന്നുള്ള മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് മഹാനരായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാണിച്ചത്. ചിന്തിക്കുന്നവർക്ക് ഇതൊക്കെ ധാരാളമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നടത്തിയ സഹായതേട്ടം രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ഇമാം ബുഖാരി റഹിമഹുല്ലാ അദബുൽ മുഫ്രദ്. രണ്ട്, ഇമാം ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു തബഖാത്തിൽ. മൂന്ന്, ഇമാം നവവി റഹിമഹുല്ലാ അൽ അദ്കാർ. നാല്, ഇമാം ഹാഫിദ് ഇബ്രാഹിമുൽ ഹർബി റഹിമഹുല്ലാ ഗരീബുൽ ഹദീസ്. അഞ്ച്, അമലുൽ യൗമി വല്ലൈൽ. മുജാഹിദുകളുടെ ആചാര്യന്മാർ ഇത് രേഖപ്പെടുത്തിയത് നമുക്ക് മനസ്സിലാക്കാം. ആറാമത്തത് ഇബ്നു തൈമിയ അൽ കലിമു ത്വയ്യിബ്. 7, ഷൗക്കാനി തുഹ്ഫത്തുൽ ദാകിരീൻ. 8, അൽ ഇലലുൽ ദാറുഖുത്നി റഹിമഹുല്ലാ. 9, മുസ്നദ് ഇബ്നുൽ ജഅദ്. 10, താരീഖ് ഇബ്നു അസാകിർ. ഇത് ഷിർക്കോ ഹറാമോ ഏറ്റവും ചുരുങ്ങിയത് കറാഹത്തോ ആയിരുന്നുവെങ്കിൽ മുസ്ലിം ലോകത്തെ ഇമാമുകൾ ഈ ഒരു സംഭവം അവിടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെക്കില്ലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.